ഹലോ. അപ്പോൾ ഞാൻ വെറുതെ നടക്കാനൊക്കെ ഇറങ്ങിയത്. ഇപ്പോൾ ഉച്ചയൊക്കെ ആയി. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പം ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വെറുതെ വീട്ടിലിരിക്കുമല്ലേ. ഞാനിപ്പോൾ പൊക്കത്തേക്കാട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. രാവിലെ തൊട്ട് ഭയങ്കര മഴയാട്ടോ. ഇവിടുന്ന് ഇങ്ങനെ മഴ ഒഴുകി 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 താഴത്തേക്ക് പോകും, പാടത്തേക്ക്. അതാട്ടോ പാടം. അതെൻ്റെ വീട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ വീടാട്ടോ. എൻ്റെ പപ്പയൊക്കെ പണ്ട് താമസിച്ചിരുന്ന വീട്. അവിടെ ഇപ്പോൾ വേറെ വാടകക്കാർ താമസിക്കുക. ഞാൻ ഇവിടുത്തെ ചെറിയ ചെറിയ ചെടികളൊക്കെ കാണിച്ചു തരാവേ. നല്ല ഭംഗിയാണ് മഴയൊക്കെ പെയ്തത് കാണാൻ. ഇത് കണ്ടോ, ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതിങ്ങനെ പായൽ പോലെ ഈ ഭിത്തിയിൽ മൊത്തം ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. ഇതിലിങ്ങനെ മഴത്തുള്ളി മൊത്തം ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. ഇവിടെ മൊത്തം റബ്ബർ തോട്ടമായിരുന്നു. ഈ അപ്പുറത്ത് ഇപ്പുറത്ത് മൊത്തം അത് മൊത്തം ഇപ്പോൾ വെട്ടിക്കളഞ്ഞു. ഇത് അവിടെ കണ്ട, അവിടെ ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ട്. ഇത് ആഞ്ഞിലിച്ചക്ക പൊക്കത്തുനിന്ന് വീണു കേട്ടോ. പൊക്കത്തുനിന്ന് അല്ലാണ്ട് പിന്നെ അവിടെ നിന്ന് വീണു. അത് ആഞ്ഞിലിച്ചക്കേൻ്റെ മരമാണെന്ന് തോന്നുന്നു. എനിക്ക് അധികം നടക്കാൻ വയ്യ. ഞാൻ ഭയങ്കര മടിയാ. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ. ഇവിടെ കണ്ടോ, ഭയങ്കര ഇറക്കി. ഇതിൽ കൂടി വണ്ടിയൊക്കെ വരുവേ. ഈ പൂ കണ്ടോ. ഇതിൽ കൂടി നമുക്ക് നോക്കിയറിയാം നല്ല രീതിയിൽ ഒഴുക്കുണ്ട്. തെന്നലുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് പയ്യെ നടക്കാനേ പറ്റുള്ളൂ. ഓടി എങ്ങാനും ചെയ്താൽ ഞാൻ ആ താഴത്തെ പാടത്ത് പോയി കിടക്കും. ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാട്ടോ. ഫോൺ മൊത്തം നനഞ്ഞ മഴയത്ത്. ചെടി മൊത്തം ആരോ തിന്നിട്ടേക്കുന്നു. തിന്നുവാണെങ്കിൽ മൊത്തം തിന്നൂടെ. ഈ മഴ പെയ്യുമ്പോൾ പ്രാണികളൊക്കെ മുങ്ങി ചത്തുപോയി എന്ത് ചെയ്യും? ഇതിവിടെ നല്ല ഭംഗിയുള്ളൊരു ചിലന്തി ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു ചിലന്തിനെ കാണുന്നത്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്നാൽ കുറേ ടൈപ്പില് പ്രാണികൾ, ഇങ്ങനത്തെ ചിലന്തികളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കൂട്ടിൽ മൊത്തം വെള്ളം വീണ് ഇത് ആകെ പേടിച്ചിരിക്കാന്ന് തോന്നുന്നു. ഈ ചെടി കൊണ്ടോ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ ആരെങ്കിലുമൊക്കെ കാണും മഴക്കാലത്ത് ഒളിച്ചിരുന്ന്. ഇത് പൊക്കത്തെ വീട്ടിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പാട്ടോ. ഇങ്ങനെ തട്ടായതുകൊണ്ട് താഴത്തുനിന്ന് ഇങ്ങനെ കയറി പോകാനേ പറ്റത്തുള്ളൂ. ഇവിടെ തൊപ്പൽ പൊട്ടാസ് ഉണ്ട്. ഇതൊന്നും ഉണങ്ങിയിട്ടില്ല, പച്ചയാ. ഞാൻ ഇത്രയും നേരം വിചാരിച്ചോണ്ടിരുന്ന ഇതൊക്കെ മഞ്ഞാന്ന് കേട്ടോ. അത് ശരിക്കും അടുപ്പിൽ തീ കത്തിച്ചതാ. ഇവിടെ നിന്ന് ഈ ചെളി മൊത്തം ഇങ്ങോട്ട് ഒഴുകി വരുവാണ്. എന്നിട്ട് ഇവിടെ മൊത്തം മണ്ണാവും. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി പോയി അങ്ങോട്ട് പോകും.